ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ സമയം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. സനാതനവും നവീനവുമായ ബലിയർപ്പണത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. കുറേയും കൂടി അർത്ഥപൂർണമായി ബലിയർപ്പിക്കാനായിട്ട് സഹായകമാകുന്ന വിധത്തിൽ കുർബാനയെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്കൊരു പക്ഷേ പലപ്പോഴും ആവർത്തന വിരസത കൊണ്ട് ഞങ്ങൾ വിട്ടുപോയിരുന്ന പല കാര്യങ്ങളും അതിനൊത്തിരിയേറെ ആന്തരിക അർത്ഥമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇന്ന് ഞങ്ങൾ കുർബാനയുടെ ഏറ്റവും പരമപ്രധാന ഭാഗമായ അനാഫ്രയെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയുടെ ഓരോ ശുശ്രൂഷകൾ നമ്മൾ കാണുകയായിരുന്നു. ആദ്യത്തെ കുറച്ച് ശുശ്രൂഷകളൊക്കെ കുറച്ചും കൂടി വിശദീകരണം ആവശ്യമായതുകൊണ്ടാണ് ഓരോ ശുശ്രൂഷകൾക്ക് ഒരു ഭാഗം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1-2 ക്ലാസ്സുകൾ ഒരല്പം 5 മിനിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ചിലതൊക്കെ 5 മിനിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി നമ്മൾ ഇന്ന് ഈ ഒരു വിജിദിനത്തില് നമ്മൾ കാണുന്നത് അനാഫ്ര എന്ന നമ്മുടെ ശുശ്രൂഷയാണ്. അപ്പൊ നമ്മള് ഒരുക്ക ശുശ്രൂഷ ആരംഭത്തില് നമ്മള് പ്രാരംഭ ശുശ്രൂഷ, നമ്മള് ആമുഖ ശുശ്രൂഷ കണ്ടു, വചന ശുശ്രൂഷ കണ്ടു, ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞു. ഇനി നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പരമപ്രധാന ഭാഗമായ അനാഫ്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയുള്ള 3 ശുശ്രൂഷകളും വളരെ ചെറിയ ചെറിയ ശുശ്രൂഷകളാണ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു അനാഫ്ര കഴിഞ്ഞാൽ ഒരു വിജിദിനത്തില് മറ്റു 3 ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയുടെ പഠനം അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു പഠന ഭാഗത്ത് വിജിദിന സമയത്ത് അനാഫ്രയെ കുറിച്ചാണ് പറയുന്നത്. അനാഫ്ര എന്ന് പറഞ്ഞാൽ, അനാഫ്ര എന്ന വാക്കിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം ഉയർത്തൽ എന്നാണ്. ഉയർത്തൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ സമർപ്പണം, കാഴ്ച എന്നൊക്കെ ഉണ്ട്. അപ്പോ ഈ നമുക്ക് അനാഫ്ര ഇത് ആരംഭിക്കുന്നത് നമ്മുടെ ഒരു ശുശ്രൂഷയുടെ സമാപനത്തിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് അനാഫ്രയില് പ്രധാനമായും സീറോ മലബാർ സഭയുടെ അനാഫ്ര എന്ന് പറഞ്ഞാൽ 4 പ്രണാമ ജപങ്ങളാണ് കുർബാനയിലുള്ളത്. 4 പ്രണാമ ജപങ്ങളാണ് കുർബാനയിലുള്ളത്. അപ്പോ ഈ പ്രണാമ ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വൈദികൻ കുനിഞ്ഞ് കൈകൂപ്പിയാണ് പ്രമാണ ജപങ്ങൾ ചൊല്ലേണ്ടത്. ചില സമയത്തൊക്കെ ചിലപ്പോൾ കുനിയുന്നതിലും കൈകൂപ്പുന്നതിലൊക്കെ ചിലപ്പോൾ വീഴ്ച വന്നിട്ടുണ്ടാവാം. അത് ഒരു കുറവ് തന്നെയാണ്. അപ്പൊ സാധാരണയായിട്ട് ശരിക്കും വൈദികൻ അല്പം ശിരസ് കുനിച്ച് കൈകൾ കൂപ്പിക്കൊണ്ടാണ് ഈ പ്രണാമ ജപങ്ങൾ ചൊല്ലേണ്ടത്. അപ്പൊ നമുക്ക് പ്രണാമ ജപങ്ങള് എന്ന് പറയുമ്പോൾ നമുക്ക് 1-ാം പ്രണാമ ജപം ഉണ്ട്, 2-ാം പ്രണാമ ജപമുണ്ട്, 3-ാം പ്രണാമ ജപമുണ്ട്, 4-ാം പ്രണാമ ജപമുണ്ട്. അപ്പൊ 1-ാം പ്രണാമ ജപം നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭയുടെ ഇതനുസരിച്ച് മാർ അഥായി മാറി എന്ന് പറയുന്ന 2 പൗരസ്ത്യ സഭാ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെയാണ് നമ്മൾ പ്രണാമ ജപങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ 1-ാം പ്രണാമ ജപം ആരംഭിക്കുന്നത് നമ്മള് സമാധാന ആശംസയ്ക്ക് ശേഷം, കർത്താവെ ആശീർവദിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, സമൂഹം ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള വൈദികന്റെ അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. അതായത് സമാപനാശീർവാദത്തിന് ശേഷമല്ല, നമ്മള് കാഴ്ച സമർപ്പണത്തിന് ശേഷം, നമ്മള് വിശ്വാസ പ്രമാണത്തിന് ശേഷം ശുശ്രൂഷയുടെ പ്രാർത്ഥന കഴിഞ്ഞ് വൈദികന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ ആശീർവദിക്കണമേ, എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
ആ പ്രാർത്ഥന കഴിഞ്ഞ് അതിനുശേഷമുള്ള ജനത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുന്ന ഒരല്പം, അതായത് സമാധാന ആശംസയ്ക്ക് മുൻപേയുള്ള പ്രാർത്ഥനയാണ് ഒന്നാം പ്രണാമ ജപം. നമ്മൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെയും ഒരു ഘടനയുണ്ട്. അത് നന്ദി പറയുന്നതാണ്, അത് ആരാധനയാണ്, അത് യാചനയാണ്. സ്തുതി, നന്ദി, ആരാധന, യാചന. ഇത് ഓരോ പ്രാർത്ഥനയിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോ ഒന്നാം പ്രണാമ ജപത്തിന് ശേഷമാണ് വൈദികൻ ബലിപീഠം ചുംബിക്കുന്നത്. ഒന്നാം പ്രണാമ ജപത്തിന് ശേഷം വൈദികൻ. അപ്പൊ വൈദികൻ ബലിപീഠം ചുംബിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ബലിപീഠത്തെ, ക്രിസ്തുവിന്റെ കല്ലറയാണ് ചുംബിക്കുന്നത്. ക്രിസ്തുവിന്റെ കല്ലറയാണ് ചുംബിക്കുന്നത്. അപ്പൊ അങ്ങനെ വൈദികൻ ചുംബിച്ചതിന് ശേഷമാണ് ലോകത്തിന് മുഴുവനും സമാധാനം ആശംസിക്കുന്നത്. അപ്പൊ ഒന്നാം പ്രണാമ ജപം അങ്ങനെ ആരംഭിച്ച് നമ്മുടെ സമാധാന ആശംസയ്ക്ക് ശേഷം നമ്മൾ രണ്ടാം പ്രണാമ ജപം നമ്മൾ ആരംഭിക്കുന്നത് ഓശാനയ്ക്ക് മുൻപേയാണ്. ഓശാനയ്ക്ക് മുൻപേയുള്ള ഒരു അല്പം ദീർഘമായ പ്രാർത്ഥന. ഇനി പ്രണാമ ജപത്തിലുണ്ടാകുന്ന ഒരു ചെറിയൊരു വിരസത എന്ന് പറയുന്നത്, അവിടെ വൈദികൻ എന്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബലിയെ അർപ്പിക്കുന്ന ജനങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം ഇല്ല. അവരാ ബലിയിൽ പങ്കുചേരുന്നു, വൈദികരോടൊപ്പം ചേരുന്നു, പ്രണാമജപത്തോടൊപ്പം ചേരുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മളെ ബലികൾ അർപ്പിക്കുന്നു, കാഴ്ചവസ്തുക്കൾ അർപ്പിക്കുന്നു, നമ്മുടെ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിക്കുന്ന സമയമാണ്. അത് വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഇനി നമുക്ക് ഒരു സെപ്പറേഷൻ അല്പം ഉണ്ടാവണമെന്നില്ല. അപ്പൊ വൈദികൻ, അപ്പൊ രണ്ടാം പ്രണാമ ജപം നമ്മള് ഓശാനയ്ക്ക് മുൻപേ ആയിട്ടുള്ള ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും സ്തുതിയും കേട്ടോ, എല്ലാ അധരങ്ങളും സ്തുതിയാണ്. പിന്നെ നമ്മൾ നന്ദി പറയും, പിന്നെ നമ്മൾ യാചിക്കും, നമ്മുടെ ആവശ്യങ്ങൾ പറയും. അപ്പൊ അത് രണ്ടാം പ്രണാമ ജപത്തിന് ശേഷം നമ്മൾ ഓശാന ഗീതം ആലപിക്കുന്നു. ഇനി നമ്മൾ മൂന്നാം പ്രണാമ ജപം എന്ന് പറയുന്നത് കൂദാശ വചനത്തിന് മുൻപേയുള്ള പ്രാർത്ഥനയാണ്. കൂദാശ വചനത്തിന് മുൻപ് ഒരു സുദീർഘമായ പ്രാർത്ഥന വൈദികന്റെ ഉണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ മൂന്നാം പ്രണാമ ജപം. അത് ഇങ്ങനെയാണ്: കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങനെ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും. ഇങ്ങനെയുള്ള പ്രാർത്ഥന മൂന്നാം പ്രണാമ ജപമാണ്. മൂന്നാം പ്രണാമ ജപത്തിന് ശേഷം കൗദാശിക വചനങ്ങൾ ഉച്ചരിക്കും. കൗദാശിക വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം നാലാം പ്രണാമ ജപം ചെയ്യും. നാലാം പ്രണാമ ജപം എന്ന് പറയുന്നത് ആ കൂദാശ വചനത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ അങ്ങനെ 4 പ്രണാമ ജപങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ശുശ്രൂഷയാണ് നമ്മൾ അനാഫ്രയിൽ നമ്മൾ വെക്കുന്നത്. ഇനി അനാഫ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രണാമ ജപങ്ങളോടൊപ്പം തന്നെ കൂദാശ വചനങ്ങളാണ്. ഈ കൂദാശ വചനങ്ങളാണ് വിശുദ്ധ കുർബാനയിലെ ഈശോ ഉച്ചരിച്ചതാണ്. അപ്പൊ അത് ഈശോ ഉച്ചരിച്ച അതേ വചനങ്ങൾ, ഈശോ ഉച്ചരിച്ച അതേ വചനങ്ങളാണ് നമ്മുടെ കൂദാശ വചനങ്ങളിലെ നമ്മൾ കാണുന്നത്. അതായത് സെഹിയോൻ ഊട്ടുശാലയിലെ ഈശോ വിശുദ്ധ ബലി ആരംഭിക്കുമ്പോൾ, ആ വിശുദ്ധ ബലി തുടങ്ങിയപ്പോൾ, വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ, ആ ബലിയർപ്പണത്തിന്റെ അന്ത്യത്താഴവേളയിൽ ഈശോ അർപ്പിച്ച ആ ബലിയർപ്പണത്തില് നമ്മൾ പെസഹ വ്യാഴാഴ്ച അതിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഈശോ ചെയ്ത കാര്യങ്ങളാണ് കൂദാശ വചനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ഈശോ ആ കൂദാശ വചനത്തിന് 4 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ആമുഖമുണ്ട്. കൂദാശ വചനത്തിന് ഒരു ആമുഖമുണ്ട്. ആ ആമുഖ ഭാഗം എന്ന് പറയുന്നത്, കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ. അതുവരെ ഈശോ ഒരു ആമുഖമാണ്. അപ്പോ കൂദാശ വചനത്തിന്റെ ഒരു പ്രാരംഭം എന്ന് പറയുന്ന ഒരു ആമുഖ പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ. ഇനി അപ്പത്തിന്റെ മേലുള്ള ആശീർവാദമാണ്. ഏറ്റവും ആദ്യം അപ്പത്തിന്മേലുള്ള ആശീർവാദമാണ്. വൈദികൻ ഈ തിരുവസ്തു അല്ലെങ്കിൽ കാഴ്ചവസ്തു, ഗോതമ്പപ്പം, അത് കൈകളിലെടുത്ത് ഒരു വൈദികൻ കൂദാശാവചനം വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ഈ പീലാസയിലേക്ക് വാഴ്ത്തി ഉച്ചരിച്ച് കഴിഞ്ഞാൽ
അത് ഈശോയുടെ ശരീരമായി മാറും. അതാണ് ഈശോയുടെ ശരീരമായി മാറും. ഇനി മൂന്നാമത്തത് കാസയുമേലുള്ള ആശീർവാദമാണ്. ഈശോ ചെയ്തതുപോലെ പാനപാത്രമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകി. അപ്പോ ഒരു വൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ കാസയെടുത്ത് ആ കാസമേൽ കൂദാശവചനം ഉച്ചരിച്ചുകൊണ്ട് ആശീർവദിച്ചു കഴിഞ്ഞാൽ ആ കാസയിലുള്ള മുന്തിരിച്ചാറ് എന്നുള്ളത് മാറി ഈശോയുടെ തിരുരക്തമായി മാറും. ഈശോയുടെ തിരുരക്തമായി മാറും. അതാണ് കാസയിന്മേലുള്ള ആശീർവാദം. പിന്നെ ഒരു കൽപ്പന, അനുസ്മരണം. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ കൂദാശവചനം. അനാഫ്രയുടെ പരമപ്രധാനമായ ഭാഗമായ കൂദാശവചനങ്ങൾ. ഇനി ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇത് ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നത്? അതിലൊരു ദൈവശാസ്ത്രം നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. ചിലപ്പോഴൊക്കെ നിരീശ്വരവാദികളും അല്ലെങ്കിൽ ആഗ്നേയവാദികളും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങളിലുള്ളവരൊക്കെ, പ്രത്യേക ശാസ്ത്രങ്ങളുള്ളവര്, അവരൊക്കെ പറയും ഇതൊരു തട്ടിപ്പാണ്, ഇത് വെറുതെ ജനത്തെ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ്. അതങ്ങനെയൊന്നല്ല. ഇനി ഇതൊന്നുമല്ലാത്ത സത്യവിശ്വാസികൾക്ക് പോലും തോന്നും ഇതെങ്ങനെ പിങ്ങനെയാവുന്നത്. ഇതൊരു ദൈവശാസ്ത്രം. ഞങ്ങള് തിയോളജി പഠിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനത്തോടെ പഠിക്കുന്ന ഒരു തിയറിയുണ്ട്. ആ തിയറിയുടെ പേര് എന്ന് പറയുന്നത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറി എന്നാണ്. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറി എന്ന് പറഞ്ഞാൽ സത്താപരമായ മാറ്റം. അതാണ് അതിന്റെ മലയാള വാക്ക്. സത്താപരമായ മാറ്റം. എന്താണ് സത്താപരമായ മാറ്റം? അതായത് വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ഒരു വൈദികൻ കാഴ്ച വസ്തുക്കളെടുത്ത്, പീലാസയിലെ ഗോതമ്പമെടുത്ത് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അത് ആശീർവദിച്ച് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഗോതമ്പത്തിന്റെ ആകൃതിക്കോ നിറത്തിനോ രുചിക്കോ മണത്തിനോ ഒരു മാറ്റവും സംഭവിക്കാതെ ഈ ഗോതമ്പപ്പം ക്രിസ്തുവിന്റെ ശരീരമായി മാറും. അതാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറി. അതായത് സത്തയ്ക്ക് മാറ്റം വരും, എസൻസിന്. നമ്മളിപ്പോ പലപ്പോഴും എസൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്താ ഈ എസൻസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എസൻസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എസൻസ് ഉപയോഗിക്കും. എന്ത് എസൻസ്? ആ വസ്തുവിന്റെ സത്ത. ഇപ്പോ പൈനാപ്പിൾ എസൻസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിന്റെ സത്തയാണത്. അല്ലെങ്കിൽ വാനില എസൻസ് എന്ന് പറഞ്ഞാൽ വാനിലയുടെ സത്ത. അത്രയ്ക്കും ശുദ്ധമായ, അല്ലെങ്കിൽ അതിനെ അതുപോലെ തോന്നിപ്പിക്കുന്ന, അതാണ് എസൻസ്. അപ്പൊ ഈ ഗോതമ്പപ്പത്തിന്റെ എസൻസിന്, സത്തയ്ക്ക് മാറ്റം വരാതെ, ഇതിന്റെ ഗോതമ്പപ്പത്തിന്റെ നിറത്തിനോ രുചിക്കോ മണത്തിനോ മാറ്റം വരാതെ ആ ഗോതമ്പപ്പത്തെ എന്താണോ ഗോതമ്പപ്പമാക്കിയിരുന്ന അതിന്റെ സത്താപരമായ മാറ്റം വന്ന് അത് ഈശോയുടെ ശരീരമായി മാറും. ഇതാണ് സത്താപരമായ മാറ്റം. അതുപോലെ തന്നെ വീഞ്ഞെടുത്ത്, മുന്തിരിച്ചാറെടുത്ത് വൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ കൂദാശ വചനഭാഗത്ത് ആശീർവദിച്ച് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് കാസ എടുത്തൊരു നന്ദി പറഞ്ഞു. ഈ ബലിയർപ്പിക്കാൻ എന്നെ അനുവദിച്ചല്ലോ
ഈ ജനത്തിന്റെ മുമ്പാകെ ബലിയർപ്പിക്കാൻ പാപിയായ ബലഹീനനായ എന്നെ നീ തെരഞ്ഞെടുത്തു. ആയിരങ്ങൾക്ക് മുന്നിൽ നീ എന്നെ ഉയർത്തി. ഒരു നന്ദി പറയാ. അപ്പൊ ഈ കൃതജ്ഞതാ പാനപാത്രം എടുത്ത് കാസയെടുത്ത് ഒരു കൃതജ്ഞത സ്തോത്രം ചെയ്ത് അത് വാഴ്ത്തുക. ഈ വാഴ്ത്തിക്കഴിഞ്ഞ് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചാൽ, അതായത് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഈ കാസ താഴെ വെച്ച് കഴിഞ്ഞാൽ, ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ കാസയിലെ മുന്തിരിച്ചാറ് അതിന്റെ മണത്തിനോ അതിന്റെ നിറത്തിനോ അതിന്റെ രുചിക്കോ ഒരു മാറ്റം സംഭവിക്കാതെ, അതിനെ എന്തായിരുന്നു മുന്തിരിച്ചാറാക്കിയിരുന്ന അതിന്റെ എസൻസിന് സത്താപരമായ മാറ്റം സംഭവിച്ച് അത് ഈശോയുടെ തിരുരക്തമായി മാറും. ഈശോയുടെ തിരുരക്തമായി മാറും. ഇതിനെയാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറിയും സത്താപരമായ മാറ്റം എന്ന് പറയുന്നത്. ഇത് വലിയൊരു ദൈവശാസ്ത്ര പഠനമാണ്. സുദീർഘമായ സമയമെടുത്തുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര ഭാഗമാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറി. ഇനി ഇതിങ്ങനെ പറയുമ്പോഴും നമുക്കൊക്കെ ചിലപ്പോ ഒരു സംശയം ഉണ്ടാകും. ഇതൊക്കെ ഇപ്പോ അങ്ങനെ പറയുന്നു. നമ്മളെപ്പോഴും പറയല്ലോ, തോമസ് ലീഹയുടെ മക്കളാണ്, കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, കാണാത്തതൊന്നും വിശ്വസിക്കില്ല. എന്നാൽ കൊറോണ വൈറസ് ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന് വേറെ പ്രശ്നം. ഈ വൈറസിനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതേതാണ്ട് ഈ പിള്ളേര് ഈ തമ്പിങ് എക്സസൈസ്, ഫിംഗർ എക്സസൈസ് ചെയ്യണ പോലെയുള്ള ഒരു സാധനമാണെന്ന് ഇങ്ങനെ വരച്ചു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യം കൊറോണ വൈറസ് ഉണ്ട്. എന്നാ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ അത് വിശ്വസിക്കാമോ? അത് വിശ്വസിക്കാം. ഇത് വിശ്വസിക്കാമോ? ഇത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തത്? അതങ്ങനെയാണ്, നമുക്ക് വിശ്വാസമില്ല. എന്നാലും ഇതിനെ ഒരു വിശ്വാസത്തിലേക്ക് വരുത്തുവാൻ സഹായിക്കുന്ന ഒരു സംഭവമായി. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ലാഞ്ചിയാനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം. അത് ഈ കൂദാശവചനവുമായി ഒന്ന് ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. നിങ്ങൾക്കറിയാവുന്ന തന്നെ ഞാൻ പറയുന്നുള്ളൂ. അറിയാത്ത കാര്യം പറയാൻ എനിക്കറിയില്ല. അതാണ് ഒരു പ്രധാനം. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ അറിയില്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് പറയുന്നത് മാത്രം. അപ്പൊ ലാഞ്ചിയാനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം എന്താണ്? ലാഞ്ചിയാനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശ്രമ ദേവാലയത്തിലെ ഒരു ആശ്രമ വൈദികൻ, ആ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു വൈദികൻ ബലിയർപ്പിക്കുക. അപ്പോ വൈദിക പരിശീലന സമയത്ത് ഈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ തിയറിയെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസക്കുറവ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ ആ പാവം വൈദികൻ എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ ഈശോട് പറയും, എന്റെ ഈ വിശ്വാസരാഗത്തെ ഒന്നേ മാറ്റണം, ഈ വിശ്വാസരാഗത്തെ മാറ്റണം. എല്ലാ വൈദികരും ബലിയർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് തങ്ങളുടെ തന്നെ പാപത്തെ കുറിച്ചാണ്, നമ്മുടെ കുറവ്, ആ വൈദികന്റെ കുറവുകളെ കുറിച്ചാണ്. ആ ബലിയർപ്പണ സമയത്ത് മുഴുവനും ഏറ്റുപറയുന്നത്, ദൈവമേ ഞാൻ പാപിയാണ്, ഈ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്നാലും നിന്റെ കരുണ. എളിമയോടെ ഏറ്റുപറയാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞാലേ ബലിയർപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ വൈദികന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ? ഒരു വിശ്വാസരാഹിത്യം. കൂദാശവചനം ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഈശോയുടെ തിരു ശരീരവും തിരു രക്തവുമായി മാറുന്നത്? അങ്ങനെ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാഞ്ചിയാനയിലെ ഒരു ആശ്രമത്തിലെ ഒരു പാവപ്പെട്ട വൈദികൻ ബലിയർപ്പിക്കുമ്പോ കുർബാന മധ്യേ കൂദാശവചന സമയത്ത് തിരുശരീരം കയ്യിലെടുത്ത് കൂദാശവചനം ഉച്ചരിച്ച് താഴെ വെച്ചപ്പോ അത് ഈശോയുടെ ശരീരമായി മാറി. ഗോതമ്പപ്പത്തിന്റെ ആകൃതിക്ക് മാറ്റം വന്നു. പാന
പാനപാത്രമെടുത്ത് ആശീർവദിച്ച് താഴെ വെച്ച് ഉച്ചരിച്ച് ഉദാശവചനം ഉച്ചരിച്ചപ്പോൾ ആ മുന്തിരിച്ചാറ് മാറി ഈശോയുടെ രക്തമായി മാറി. ഒരു പാവപ്പെട്ട വൈദികന്റെ വിശ്വാസരാഹിത്യം മാറ്റിയെടുക്കുവാനായിട്ട് ഈശോ വീണ്ടും ഈ ലോകത്ത് അവതരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഈ ഇറ്റലിയിലെ ലാഞ്ചിയാനയിൽ നടന്ന അത്ഭുതത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളെടുത്ത് പഠന ഗവേഷണങ്ങൾക്ക് വിധേയമാക്കി. ഈ പഠന ഗവേഷണ സംഘത്തിലെ അച്ഛന്മാര് മാത്രമല്ല, അച്ഛന്മാരുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, കാരണം അത്രയ്ക്കും പേരുള്ള അച്ഛന്മാരുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, നിരീശ്വരവാദികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ നികശുകാതെ എതിർക്കുന്നവരുണ്ടായിരുന്നു. ഒരു ടീമിനെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് മാസങ്ങളോളം എടുത്ത് തലമുടി നാലിഴകീറി പരിശോധിക്കുന്നത് പോലെ ഇവരിത് പരിശോധിച്ചു. ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിശോധിച്ചു, വ്യത്യസ്ത സമയങ്ങളിൽ പരിശോധിച്ചു. ഈ പരിശോധനയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലത്തെയായി. അതിൽ പറയുകയാണ്, ഇതൊരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണ്. ഇതൊരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ തീരുന്നില്ല. ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പേശികളാണ്. അതാണ്, ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പേശികളാണ്. ഈശോയുടെ തിരുഹൃദയം. ഈ രക്തത്തിൽ മനുഷ്യ ശരീരത്തിൽ കാണുന്നത് പോലെയുള്ള ശുദ്ധരക്താണുക്കളും അശുദ്ധ രക്താണുക്കളുമുണ്ട്. മുന്തിരിച്ചാറിലെ ശുദ്ധരക്താണുക്കൾ ഉണ്ടാവില്ല, മുന്തിരിച്ചാറിലെ അശുദ്ധ രക്താണുക്കൾ ഉണ്ടാവില്ല. എന്നാ പരിശോധിക്കുന്നേ? കുറച്ച് ശുദ്ധരക്താണുക്കൾ കലക്കി അശുദ്ധ രക്താണുക്കൾ കലക്കി വെച്ച് പിറ്റേ ദിവസമല്ല പരിശോധിക്കുന്നേ. 1200 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ടും ആ തിരുശരീരത്തിനോ തിരുരക്തത്തിനോ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് ഇറ്റലിയിലെ ലാഞ്ചിയാനോ സന്ദർശിക്കുന്ന എല്ലാ തീർത്ഥാടകരും സന്ദർശിക്കുന്ന ഒരു കത്തീഡ്രൽ ദേവാലയമുണ്ട്. അത് ദിവ്യകാരുണ്യത്തിന്റെ കത്തീഡ്രലാണ്. പ്രിയമുള്ളവരെ, അച്ഛനത് പറഞ്ഞത് നമ്മുടെ ബലിയർപ്പണം അത് സജീവമായ ബലിയർപ്പണം. ജീവിക്കുന്ന ദൈവത്തോട് ചേർന്നാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ അർപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് കുറവുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും, നമ്മൾ ബലഹീനരാണ്, അശ്രദ്ധ വരും, പല വിചാരം വരും. സാരമില്ല, തമ്പുരാനോട് പറയേ, എന്റെ വിശ്വാസരാഹിത്യം മാറ്റണമേ, എന്റെ വിശ്വാസത്തിലേക്ക് എന്നെ വളർത്തണമേ. തമ്പുരാനോട് പറ. എന്നിട്ട് നമ്മൾ ബലിയർപ്പിക്കേ. നമ്മൾ ഇതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൂദാശ വചനം നമ്മൾ കഴിയുന്നു. പിന്നെ നമുക്ക് കുറച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആവാസ പ്രാർത്ഥനയോടുകൂടിയാണ് അനാഫറ തീരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസന പ്രാർത്ഥനയോടുകൂടി അനാഫറ തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ ഈ സമയത്ത് കണ്ടത് കുർബാനയുടെ 4ാമത്തെ, അതായത് ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞ് 4ാമത്തെ ശുശ്രൂഷയായ പ്രണാമ ജപങ്ങൾ അല്ലെങ്കിൽ അനാഫ്രയെ കുറിച്ചാണ്. അനാഫ്ര എന്ന വാക്കിന്റെ അർത്ഥം ഉയർത്തുക, സമർപ്പണം, കാഴ്ച എന്നൊക്കെയാണ്. ഈ 4 പ്രണാമ ജപങ്ങളാണ് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കിഴക്കിന്റെ സഭാപിതാക്കന്മാരായ, പൗരസ്ത്യ സഭാപിതാക്കന്മാരായ അഥായി, മാറി എന്ന് പറയുന്ന 2 സഭാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് പ്രണാമ ജപങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 പ്രണാമ ജപങ്ങളുണ്ട്. അത്
അത് നമുക്കറിയാം. ഒന്ന് നമ്മുടെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ സമാധാന ആശീർവാദ പ്രാർത്ഥനയ്ക്ക് മുൻപ്, ഓശാന ഗീതത്തിൻ്റെ മുൻപ്, കുദാശവചനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപ്, കുദാശവചനം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. ഈ 4 പ്രണാമ ജപങ്ങളാണ് നമുക്കുള്ളത്. പിന്നീട് ഈ പ്രണാമ ജപങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുദാശവചനങ്ങളുണ്ട്. കുദാശവചനങ്ങൾക്ക് 4 ഭാഗമുണ്ട്. ഒരു ആമുഖമുണ്ട്, അപ്പത്തിന്മേൽ ആശീർവാദമുണ്ട്, കാസേമേൽ ആശീർവാദമുണ്ട്, ഒരു കൽപ്പന അനുസ്മരണമുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്നുള്ളത്. കുദാശവചനത്തിലാണ് ഒരു വിശുദ്ധ കുർബാനയുടെ ഗോതമ്പപ്പത്തിനും മുന്തിരിച്ചാറിനും അതിൻ്റെ സത്താപരമായ മാറ്റം വന്ന് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ വഴി ഈശോയുടെ തിരുശരീര തിരുരക്തങ്ങളായിട്ട് മാറുന്നത്. ഇത് നമ്മെ കുറേയും കൂടി വിശ്വാസത്തിലേക്ക് എത്തിക്കാനായിട്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കണ്ട് വിശ്വസിക്കാനായിട്ട് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാഞ്ചുവാനയിലെ ഒരു ആശ്രമ ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നൊരു വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ കുദാശവചന ഭാഗത്ത് ഈശോയുടെ തിരുശരീരം, ഗോതമ്പപ്പം ഈശോയുടെ തിരുശരീരമായി മാറുന്നു, മുന്തിരിച്ചാറ് ഈശോയുടെ തിരുരക്തമായി മാറുന്നു. 1200 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സമയത്ത് ഇത് പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിട്ടുകൊടുത്തു. വളരെ സൂക്ഷ്മമായി പഠിച്ചു. വ്യത്യസ്തരായ സ്വഭാവക്കാരുണ്ടായിരുന്ന പഠന സംഘത്തിൽ അവരെല്ലാവരും എത്തിച്ചേർന്നത് ഇത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണെന്നും, ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പേശികളാണെന്നും, ഇത് മനുഷ്യന്റെ രക്തമാണെന്നും, ഈ രക്തത്തിൽ ശുദ്ധരക്താണുക്കളും അശുദ്ധ രക്താണുക്കളും ഉണ്ടെന്നും കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇത് നമുക്ക് വളരെയധികം ആശ്വാസകരമാണ്, വിശ്വാസകരമാണ്. നമ്മുടെ കുദാശവചനത്തിന് ശേഷം നമ്മളൊരു കൽപ്പന അനുസ്മരിക്കുന്നു. അതായത്, നിങ്ങളിതെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കൽപ്പനയാണ്. അതിനുശേഷം നമ്മൾ ചില മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. ലോകത്തിനും നാടിനും സഭാപിതാക്കന്മാർക്കും നേതാക്കന്മാർക്കും രാഷ്ട്രീയാധികാരികൾക്കും എല്ലാവർക്കും വേണ്ടി, പുരോഹിതർക്ക്, സന്യാസികൾക്ക്, അൽമായ പ്രേക്ഷിതർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടു കൂടി അനാഫറ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 3 ശുശ്രൂഷകളാണുള്ളത്. അനുരഞ്ജന ശുശ്രൂഷ, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഇത് 3 നമുക്ക് ഒരു വിചിന്തനത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് മാക്സിമം അത്ര എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ നന്ദി പറഞ്ഞ് വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് കുറേയും കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ ഈ പഠനഭാഗം സഹായിച്ചു എന്ന് നമുക്കറിയാം. ഇതനുസരിച്ച് ഞങ്ങൾ ഓരോ ബലിയർപ്പണവും അർത്ഥപൂർണ്ണമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ വിശുദ്ധ പിതാവേ, കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണബദ്ധരായ വിശുദ്ധാത്മാക്കളെ, സകല വിശ്വാസികൾ, മരിച്ചുപോയ സകല വിശ്വാസികളെ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സ്താനോസേ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അൽഫോൻസമേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ യുത്രേസമേ, വിശുദ്ധ മറിയന്ത്രേസേ, വിശുദ്ധ മദർ തെരേസേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ച സിസ്റ്റർസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.